എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഒരു പ്രത്യേകതരം വിഭവം ഉണ്ടാക്കുവാണ്. അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് കേട്ടോ. അതിനു വേണ്ടി ഞാൻ ഗ്യാസേ വെച്ചു. സിമ്മിൽ പറ്റത്തില്ല, മീഡിയം തീയിൽ വേണം. എന്നിട്ട് ഉരുളി എടുത്ത് വെച്ചു. നന്നായിട്ട് ചൂടായി. ഒരു 200 മില്ലി നമ്മുടെ വെളിച്ചെണ്ണ, അത് കടുകെണ്ണ വേണമെങ്കിൽ കടുകെണ്ണ ഒഴിക്കാം. 200 മതി. അതത്ര ഒഴിച്ച് ഞാനത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം. 2 സ്പൂണ് നമ്മൾ കടുകിടുന്നു. 2 സ്പൂണോ 3 സ്പൂണോ, ഇച്ചിരി കൂടിയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല കേട്ടോ. അതിനെ ഇട്ടിട്ട് നമ്മൾ അതേപോലെ തന്നെ ഒരു 2-3 സ്പൂണ് പെരിഞ്ജീരകം അതും കൂടെ ഇടണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തോട്ടെ. മൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്ത് തൊണ്ട് കളഞ്ഞിട്ട് ചതച്ചെടുക്കണം. അതിനെയും കൂടെ ഈ മൂത്ത എണ്ണയിലോട്ടൊന്ന് ഇട്ടോട്ടെ. മൂച്ചിട്ട് നമുക്ക് ബാക്കി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഒരു നല്ല വലിയ 2 ഫൂൽഗോബി, കോളിഫ്ലവർ എന്ന് പറയും, അതിനെ ചെറുതായിട്ട് ഇങ്ങനെ, ഒത്തിരി ചെറുത് വേണ്ട, ഇതേപോലെ അരിഞ്ഞെടുക്കണം. അപ്പം നമ്മൾ ഈ മൂത്ത എണ്ണയിലോട്ട് ഇതിനെ ഒന്ന് ഇടുവാണേ. അതുകൊണ്ടാണ് ഞാൻ വലിയ ഉരുളി എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കൂടുതലുണ്ടാക്കിയാലേ ഇത് 1-2 വർഷം വരെ ഇരിക്കുന്ന സാധനമാണ്. 1-2 വർഷം വരെ. അപ്പം നനഞ്ഞ സ്പൂൺ ഇട്ട് എടുക്കരുതെന്നേ ഉള്ളൂ. എപ്പോഴും നമ്മൾ സൂക്ഷിച്ചെടുത്താൽ ഒരു 2 വർഷം വരെ ഇത് കേടാവാതിരിക്കും. ചപ്പാത്തി ആയാലും ചോറായാലും എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുമ്പോഴും ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നമ്മുടെ ഇത് ബജ്ജി മുളകെന്ന് പറയും, കണ്ട, ബജ്ജി മുളക്. അതും ഇതുപോലെ തന്നെ ഞാൻ 1 കിലോ വാങ്ങിച്ചതാണ്. 1 കിലോ മുളക് വട്ടത്തിൽ കട്ട് ചെയ്ത്, കണ്ടോ, വട്ടത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ഇതിനകത്തോട്ടൊന്ന് ഇടുവാണേ. ഒന്ന് ഇളക്കി കാണിച്ചു തരാം കേട്ടോ. 1 കിലോ ക്യാരറ്റ് വാങ്ങി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, 1 കിലോയോളം ക്യാരറ്റും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് അടുത്ത ഒരു ഐറ്റം നമ്മുടെ മട്ടറെന്ന് പറയും, കണ്ട, അതിനെ ഇപ്പോൾ പട്ടാണി എന്നൊക്കെ പറയാറുണ്ട്. അതിനെ നമുക്ക് പച്ചയ്ക്ക് ഇപ്പം കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കടയിൽ നിന്ന് അതിൻ്റെ അരി വാങ്ങിച്ചതേ, മട്ടർ വാങ്ങിച്ചു. അപ്പോൾ തൊണ്ടില്ലാതെ വാങ്ങിക്കാൻ കിട്ടി. എന്നിട്ട് അതിനെ വെള്ളത്തിലിട്ട് കുതിർത്തു. എന്നിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ എടുത്തതാണിത് കേട്ടോ. അതൊരു 1/2 കിലോയോളം നമുക്ക് ഇടാം. മല്ലിയുടെ ഇല നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്തിട്ട്, കണ്ടോ, കുറച്ച് കൂടുതൽ വേണം, കണ്ടോ, ഇത്രയും മല്ലിയിലയുണ്ട്. അതിനെയും കൂടെ നമ്മൾ ഇത് ഇന്ന് ലൈറ്റ് മെറൂണായിട്ട് നമ്മളൊന്ന് മൊരിച്ചെടുക്കാം. ലൈറ്റ് മെറൂണായിട്ടൊന്നായാൽ മതി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതും ഇട്ടു. പിന്നെ നമ്മുടെ കരിവേപ്പില, കണ്ടോ, ഇച്ചിരി കൂടുതലെടുത്തിട്ടുണ്ട്, കണ്ടോ, അതും കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പൊടി പോലും ഇല്ല അതെടുക്കണം. കാരണം ഇത് കുറച്ച് നാൾ ഇരിക്കേണ്ടതാണ്. അപ്പം നമ്മൾ അതുപോലെ വൃത്തിയായിട്ട് എടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇട്ടൊന്ന് ഒരു നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി മസാലകൾ ഇട്ട് കാണിച്ചു തരാം. ഈ സ്പൂണുണ്ടല്ലോ, അതേ കണ്ടോ, ഈ സ്പൂണിന് ഒരു 5-6 സ്പൂണ് ഉപ്പ് വേണം. അപ്പം നമുക്ക് ഇളക്കി ഒന്ന് പാകത്തിനെടുത്തിട്ട് പോരെങ്കിൽ നമുക്ക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നല്ലൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി അതിനെ ഇട്ടു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കായപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരു 3 സ്പൂണ് വേണം കായപ്പൊടി, കണ്ട, കായപ്പൊടി. ഇത് നല്ല കായപ്പൊടിയാണ്, RCRൻ്റേതോ ഇഷ്ടമുള്ളതോ എൻ്റെ നല്ലത് നോക്കി മേടിക്കണം. അതും ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 6-7 ടീസ്പൂൺ നിറച്ചും മുളക് പൊടി എടുത്തു. നല്ല എരിവുള്ള നല്ല മുളകാണ്, അതും കൂടി ഇട്ടു. എന്നിട്ട് നമുക്ക് ഇതിനെ എല്ലാം ഇട്ടതിന് ശേഷം 1-2 ഐറ്റം ഇനിയും ചേർക്കാനുണ്ട്. പക്ഷെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. 250 മില്ലി തേങ്ങാവെള്ളം കൊണ്ടുണ്ടാക്കിയ വിനാഗറാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നോക്കിക്കോണം കേട്ടോ. വിനാഗറും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് കേടാവാതിരിക്കത്തുള്ളൂ. ഉപ്പും എരിവും ഒക്കെ മതിയോ എന്നെല്ലാം ചെക്ക് ചെയ്യുക. അങ്ങനെ എല്ലാം നമ്മൾ ഇട്ടല്ലോ. കൂടാതെ ഒരു 250 ഗ്രാം ഉണ്ടച്ചക്കര കിട്ടും. അതിനെ പൊട്ടിച്ചെടുത്തിട്ട് അതിനെയും കൂടെ ഒന്നെടുത്ത് മിക്സ് ചെയ്ത് നന്നായി മിക്സായി കഴിയുമ്പോൾ
ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നല്ല ഭരണിയിലാക്കി നമുക്ക് അടയ്ക്കാം. അടയ്ക്കുന്ന ഉടനെ ഇതിൻ്റെ എണ്ണമയം ഈ വിനാഗിറും എല്ലാം കൂടെ ഈ ഇതിൻ്റെ മേളിൽ വന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കണം. കുപ്പിയിൽ ഇടുമ്പോൾ നമ്മൾ കുപ്പി തുറക്കുമ്പോൾ ഇത് എണ്ണമയമൊക്കെ കൂടി ഇങ്ങനെ പൊങ്ങി നിൽക്കണം. അങ്ങനെ നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് എണ്ണ, ഇഷ്ടമുള്ള എണ്ണ, അതായത് കടുകെണ്ണയോ വെളിച്ചെണ്ണയോ എടുത്ത് ചൂടാക്കി തണുപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും അതിനകത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോൾ നമ്മൾ അച്ചാർ എന്തെടുത്താലും ഇതിന് അച്ചാറെന്ന് പേരിടുന്നവരുണ്ട്, അല്ലാതെ എന്ത് വേണേലും ഇഷ്ടാനുസരണം പേരിട്ടാട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എടുക്കുമ്പോൾ ഒരു സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് കോരിയെടുക്കണം. അപ്പോൾ എണ്ണമയം എപ്പോഴും അതിൽ കിടക്കണം കേട്ടോ. അപ്പോൾ കുറേ നാളിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു.